ഹായ് ഫ്രണ്ട്സ്, വിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഗ്രേവിയോട് കൂടിയ ഒരു ചെമ്മീൻ റോസ്റ്റാണ്. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചെമ്മീൻ റോസ്റ്റിന് വേണ്ടിയിട്ട് 3/4 കിലോ ചെമ്മീനാണ്. നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും കൂടി നോക്കാം. ഞാൻ എന്താ ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി ഒരു 1/4 കിലോ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 250 ഗ്രാം ചെറിയുള്ളി. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളക്. ഇത് ഭയങ്കര എരിവുള്ള പച്ചമുളക് കേട്ടോ, അതുകൊണ്ടാണ് 2 എടുത്തത്. പിന്നെ നമുക്ക് 2 പീസ് ഇഞ്ചി, പിന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി, അത് തോലുകളും എടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില നമുക്ക് ആവശ്യത്തിന് വേണം. നമ്മൾ ഈ ചെറിയുള്ളി ചേർത്തിട്ടുള്ള ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ മിക്സിയിലൊന്ന് ചതച്ചിട്ടാണ് എടുക്കുന്നത്. നമുക്ക് ചതച്ചെടുക്കുമ്പോൾ കുറച്ചുകൂടി പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും, ടേസ്റ്റും കൂടും. അപ്പോൾ ചതച്ചെടുക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക്, നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിലപ്പോൾ ഇത്രയും സാധനങ്ങളിട്ട് അടിക്കുമ്പോൾ ചിലപ്പോൾ ഇഞ്ചി മിക്സിയിൽ അടിഞ്ഞ് കിട്ടാൻ കുറച്ച് വേണമെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാവും. നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ട, നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി. ചോപ്പർ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്, ചോപ്പ് ചെയ്തെടുത്താൽ പെട്ടെന്നാവും. ഒരു 2 കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. നമ്മളിത് നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ചട്ടി അടുപ്പത്തേക്ക് വെക്കാം. അപ്പോൾ ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ പറയുക, എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ കൂടുതലില്ല, ഉപയോഗിക്കാൻ കൂടുതലില്ല, അതുകൊണ്ടാണ് ഞാൻ ഓയിൽ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്തുകൊണ്ട് കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ചതച്ച് വെച്ച ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇവിടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉള്ളിയോ എന്തെങ്കിലും അരയാതെ കിടന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇത് വാടുന്ന സമയത്ത് നന്നായിട്ട് വാടിപ്പോവും. പിന്നെ ഉള്ളി നമ്മൾ ഇങ്ങനെ ചതച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് ചതയരുത്. ഒരുപാട് ഇങ്ങനെ അരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ചെറിയ ഉള്ളിക്ക് ഒരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അത് വരാതിരിക്കാനാണ് നമ്മൾ ഒരുപാട് 2, 3, 4 ഒന്നും അരിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ വാടുന്ന സമയത്ത് അങ്ങോട്ട് വാടി വന്നോളൂ. ഇതിൽ കണ്ടോ, കുറച്ച് ചെറിയ ഇഞ്ചി പീസൊക്കെ അറിയാതെ കിടക്കുന്നുണ്ട്. അതെൻ്റെ മിക്സീൻ്റെ കുഴപ്പമാണ് കേട്ടോ. മിക്സി കുറച്ച് പഴകിയ മിക്സിയാണ്, അപ്പോൾ പെട്ടെന്ന് നന്നായിട്ട് അരിഞ്ഞൊന്നും കിട്ടില്ല. അത് വെളുത്തുള്ളിയൊക്കെ കിടക്കുന്നുണ്ട് അറിയാതെ കണ്ടോ. അത് കുഴപ്പമില്ല, അത് ഇതിൽ കിടന്നിട്ട് വെന്ത് റെഡി ആയിക്കോളും. ഈ സമയത്ത് നമുക്ക് ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ളിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളി പെട്ടെന്ന് അങ്ങോട്ട് കുക്കായി കിട്ടും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെക്കരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടച്ചു വെക്കാൻ. നമ്മളിത് ഉള്ളി വാടാനായിട്ട് അടച്ചു വെച്ചിട്ട് പോകരുത് കേട്ടോ. എന്താ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും ഇത് അടച്ചു വെച്ച് കുറേ നേരം പോയി കഴിഞ്ഞാൽ അടി പിടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകമാണ്, അതായത് പെരുംജീരകം. ഇത് വലിയ ജീരകത്തിന് പൊടി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഞാൻ പൊടിയില്ലാത്തതുകൊണ്ട് വലിയ ജീരകമാണ് ചേർക്കുന്നത്. ഇങ്ങനെ ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ടാവും നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഉള്ളി നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം.
2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ മല്ലിപ്പൊടി ചേർക്കാം. 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ ടീസ്പൂൺ അളവാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ നമുക്ക് എരിവിനാവശ്യമായ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനൊരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാനുള്ളത് ഗരം മസാലയാണ്. അതിപ്പോഴല്ല, നമ്മൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഗരം മസാല ചേർക്കുന്നത്. ഇപ്പോൾ തന്നെ ചേർത്ത് കഴിഞ്ഞാൽ ആ ഗരം മസാലയുടെ ടേസ്റ്റൊക്കെ അത്രയ്ക്ക് ഉണ്ടാവില്ല. നമുക്ക് ആ ലാസ്റ്റ് സമയത്ത് ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നന്നായിട്ട് ഈ പൊടികളുടെ പച്ചക്കുത്തൊന്ന് പോകുവോളം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയിട്ട് 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. ഇതിങ്ങനെ പൊടികൾ ചേർത്തിട്ട് അടച്ചു വയ്ക്കുമ്പോൾ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ടുണ്ട്. 1 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ പൊടികളുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. കണ്ടോ, നല്ല പൊടികളൊക്കെ ഉള്ളിലേക്ക് ചേർന്ന് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. തക്കാളി ചേർക്കുമ്പോൾ നമ്മുടെ ഈ ഉള്ളിയും ഈ അരവൊക്കെ സൈഡിലേക്ക് നീക്കിയിട്ട് നമുക്ക് ഈ നടുക്കോട്ട് ഈ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. 2 തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്. നീളത്തിൽ ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കിത് വാടി കിട്ടും. അതേപോലെ തന്നെ ഇങ്ങനെ നടുക്കോട്ട് ചേർത്തിട്ട് ഉള്ളി ഇങ്ങനെ പൊതിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ തക്കാളി വളരെ പെട്ടെന്ന് കുക്കായി കിട്ടും. ഇതൊക്കെ ഓരോ ടിപ്പാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തക്കാളി വാടി കിട്ടുന്നത് കാണാം. ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് ആ ലോ ഫ്ലെയിമിൽ തന്നെ 1-2 മിനിറ്റ് വെച്ചിരുന്നാൽ തന്നെ നമ്മൾ കയ്യിലിട്ട് എപ്പോഴും ഇളക്കി നമ്മളിത് വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കുക്കായിട്ടുണ്ടാവും. കണ്ടോ, ഇങ്ങനെ വെച്ചപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ? അതിൻ്റെ ആവി വെള്ളം തട്ടിയിട്ട് കണ്ടോ നല്ല കുക്കായി വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു 2-3 മിനിറ്റ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് അടച്ചു വെച്ചാലും മതി. അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി എത്ര പെട്ടെന്ന് കുക്കായി വന്നത്. ഇനി നമുക്കിതിൽ ഉപ്പ് എത്രയുണ്ടെന്ന് നോക്കി വെക്കാം. ഉപ്പ് പോരെങ്കിൽ ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇതിലൊരു അല്പം ഉപ്പിൻ്റെ കുറവുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളിവിടെ കഴുകി വാരി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ അധികം വേവില്ല, അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെച്ചാൽ മതി. ഇപ്പം ഞാനൊരു 3/4 കിലോ ചെമ്മീനാണ്. ഒരുപാട് വലിയ ചെമ്മീനല്ല കേട്ടോ, കുറച്ച് ഒക്കെ ചെറുത്, ഒരു മീഡിയം സൈസ് വലുപ്പത്തിലൊക്കെ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/4 കിലോ ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളി എടുക്കുമ്പോൾ അത്രയും ഉള്ളി തന്നെ എടുക്കണം കേട്ടോ. ഉള്ളിയാണ് നമ്മുടെ ഈ കറിയുടെ ഗ്രേവി ഉണ്ടാവുക. നമ്മൾ പൊടികളൊക്കെ വളരെ കുറച്ച് മാത്രമല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമുക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പില നല്ല ടേസ്റ്റാണ് ഇതിനിപ്പോൾ. കണ്ടോ, നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചെമ്മീനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും, എന്നാലും നമുക്കിത് വേവാൻ ആവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇതിന് മുമ്പ് ഒരു ചെമ്മീൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തേങ്ങാക്കൊത്തൊക്കെ ചേർത്തത്. അപ്പോൾ അങ്ങനെ അത് സവാള വഴറ്റിയിട്ടാണ് ചെയ്തത്. ഇപ്പോൾ നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ ചേർക്കണമെങ്കിൽ നമ്മളിപ്പോൾ ആ ഉള്ളിയൊക്കെ മൂപ്പിച്ചെടുത്ത ആ സമയത്ത് നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ആ തേങ്ങാക്കൊത്ത് മാത്രം എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു ചെമ്മീൻ റോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ.
ഒരു 5 മിനിറ്റ് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഇത് അടച്ചു വെക്കാം. ഇപ്പം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തും കൊണ്ട് ഒരു 5 മിനിറ്റ് ഇതേപോലെ ഇടയ്ക്ക് ഇളക്കി കൊടുത്തും കൊണ്ടൊക്കെ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടി വറ്റണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് എടുത്താൽ മതി. അത്രയും നമ്മുടെ ചെമ്മീൻ വേകാനുള്ള സമയം അത്ര മതി. കൂടുതൽ ഓവർ കുക്കായി കഴിഞ്ഞാൽ ചെമ്മീൻ അറിയാലോ ഒരു ബലം വെച്ചും കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഗ്രേവിയും കറക്റ്റ് പാകമാണ്. ഇത് നമുക്ക് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് അതേപോലെ ചോറിൻ്റെ ഒപ്പം നെയ്ച്ചോറിൻ്റെ ഒപ്പം ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഇനിയും വറ്റണം എന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വറ്റിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു അളവിലാണ് എടുക്കുന്നത്. പിന്നെ ഇതൊന്ന് തണുക്കുന്ന സമയത്ത് ഇതൊന്നും കൂടിയും കുറുകി വരുമല്ലോ. പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലയുടെ പൊടി ചേർത്തിട്ടില്ല. ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ചാൽ മതി. അപ്പോൾ ആ ഗരം മസാലയുടെ ആ ഫ്ലേവറൊക്കെ ഇതിലിറങ്ങുകയും ചെയ്യും. നല്ല ചൂടല്ലേ, അപ്പോൾ ഇറങ്ങുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ്. അപ്പം തന്നെ നല്ല അടിപൊളി മണമൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇനി ഫൈനലായിട്ട് ഇതിലേക്ക് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം കറിവേപ്പില ആദ്യം തന്നെ ചേർത്ത് കൊടുത്തതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തുള്ള ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.